തെന്നിന്ത്യയിലും മലയാളികൾക്കിടയിലും ഏറെ ആരാധകരുള്ള കന്നഡ നടനാണ് ശിവരാജ് കുമാർ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും പരസ്യ ബോർഡുകളും പ്രദർശിപ്പിക്കുന്നത് വിലക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. സിനിമകളിലെ കഥാപാത്രങ്ങളുടെ കാര്യത്തിലായാലും സ്വകാര്യ ജീവിതത്തിൽ ആളുകളോടുള്ള പെരുമാറ്റത്തിലായാലും പ്രേക്ഷകരുടെ പൂർണ്ണ പിന്തുണയുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളും ചിത്രങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ആവശ്യത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അപ്പുറം നിരവധി ആരാധകരുള്ള ഒരു നടനാണ് ശിവരാജ് കുമാർ. രജനീകാന്ത് നായകനായി എത്തിയ ജയിലർ കൂടി ഹിറ്റായപ്പോൾ താരത്തിന്റെ കേരളത്തിലെ ആരാധകരുടെ എണ്ണവും കൂടിയിരുന്നു. സമൂഹത്തിൽ ഇത്രയധികം ജനപ്രീതിയുമുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും പരസ്യ ബോർഡുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ പ്രദർശിപ്പിക്കരുത് എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നത്. അത്തരം പ്രദർശനങ്ങൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് BJP ആണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശിവരാജ് കുമാർ കോൺഗ്രസിനായി സജീവ പ്രചാരണം നടത്തുകയാണെന്നാണ് പാർട്ടി ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ച കത്തിൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കാരണം ഷിമോഗയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശിവരാജ് കുമാറിന്റെ ഭാര്യയായ ഗീത ശിവരാജ് കുമാറാണ്. അതുകൊണ്ട് തന്നെ താരം അടുത്തിടെ ഗീതയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നു. സിനിമാ പ്രവർത്തനത്തിലൂടെയും അദ്ദേഹത്തിന്റെ പൊതു വ്യക്തിത്വത്തിലൂടെയും ജനപ്രീതിയുള്ള ആളാണ് അദ്ദേഹമെന്നും അതുകൊണ്ട് തന്നെ പ്രചരണങ്ങളിലെ നടന്റെ സാന്നിധ്യം ജനങ്ങളുടെ മേൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നുമാണ് കർണാടക OBC മോർച്ച വിംഗ് പ്രസിഡന്റ് R രഘു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ പറയുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെ തങ്ങൾ മാനിക്കുന്നുണ്ടെന്നും അതേസമയം ഒരു സമനില നിലനിർത്തുകയും തിരഞ്ഞെടുപ്പ് കാലയളവിൽ അനാവശ്യ നേട്ടമോ സ്വാധീനമോ തടയുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ജനങ്ങൾക്ക് മേലുള്ള താരത്തിന്റെ സ്വാധീനവും ജനപ്രീതിയും കണക്കിലെടുത്ത് സിനിമാ തിയേറ്ററുകൾ, TV ചാനലുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, പ്രാദേശിക സംഘടനകൾ എന്നിവയ്ക്ക് ശിവരാജ് കുമാറിന്റെ സിനിമകളോ പരസ്യ ബോർഡുകളോ തുടങ്ങിയവ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തണമെന്നും അതിനുള്ള അടിയന്തര നടപടിയെടുക്കാനുമാണ് ഇവർ ECയോട് ആവശ്യപ്പെട്ടത്. അതേസമയം കത്ത് തങ്ങൾ പരിശോധിക്കുകയാണെന്നാണ് കർണാടക ചീഫ് ഇലക്ടോറൽ ഓഫീസറായ മനോജ് കുമാർ മീന ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത്. 2 ഘട്ടങ്ങളിലായാണ് കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 26-നും മെയ് 7-നുമാണ് വോട്ടെടുപ്പ്. ജൂൺ 4-ന് ഫലപ്രഖ്യാപനവും നടക്കും. അതേസമയം ഇവിടെ നടൻ ടൊവിനോ തോമസിന്റെ ചിത്രം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഏകദേശം സമാനമായ പ്രശ്നമുണ്ടായിരുന്നു. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ് ടൊവിനോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് അറിയാതെ ചിത്രം പങ്കുവച്ചത്. സുനിൽകുമാറിനെതിരെ തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിന് പരാതി ലഭിച്ചതോടെയാണ് കാര്യം പുറത്തറിയുന്നത്. എന്നാൽ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചിത്രം പിൻവലിക്കുകയുണ്ടായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആയതിനാൽ തന്റെ ചിത്രമോ തന്നോടൊപ്പമുള്ള ചിത്രമോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നടൻ ടൊവിനോ തോമസ് രംഗത്തെത്തിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.